അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംവദിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അദ്ദേഹത്തോടു കൂടെ ചില സദസ്സുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തോടു കൂടെ കൂടുന്നുണ്ട്. പിന്നെ മഹാനായ ഹസ്രത്ത് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അദ്ദേഹത്തെ കാണാൻ കൊതിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും മുലാഖാത്തുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതായിരുന്നു, എന്ത്, വഴിയിൽ വെച്ച് ഒരു വലിയ മഹാനെ കണ്ടുമുട്ടി. അപ്പോൾ ആ സമയത്ത് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങൾ നൗക്കർ സെ പൂച്ച, വേലക്കാരനോട് ചോദിച്ചു. ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അല്ല ചോദിക്കുന്നത്, ആരാണ്? ആ ബുസർഗാണ് ചോദിക്കുന്നത്. ഈ കുട്ടിയെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വേലക്കാരനോട് ചോദിക്കുകയാണ്. ഈ കുട്ടിയാറിന് ആരാ അറിയാം? ബഖ്തിയാർ കാക്കിയാണ്. ചോദിക്കണ ആരാണ് അറിയാം? ഖിളിർ നബിയാണ്, മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരോടാ ചോദിക്കണേ? വേലക്കാരനോട്. വേലക്കാരനോട് ഖിളിർ നബി ചോദിക്കുകയാണ്, ശരിക്ക് ഈ കുട്ടിയാകുന്ന ഖുതുബുദ്ദീൻ ബഖ്തിയാറൊക്കെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകണേ? അപ്പം നൗക്കറിനെ കഹാ, വേലക്കാരൻ പറഞ്ഞോ, കെ മഹല്ലെ കെ ഉസ്താദ് കെ പാസ് ലേ ജാ രഹാ ഹോ, മഹലിലെ ഉസ്താദിൻ്റെ അടുത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. തബ് ബുസർഗിനെ കഹാ, ആ സമയത്ത് മഹാനായ ആ നേതാവ് പറയുകയാണ്, കെ ബച്ചേ കോ മദ്രസ ലേ ജാനെ കെ ബജായെ മൗലാന അബു ഹഫ്സ് റളിയല്ലാഹു അൻഹു കെ പാസ് ലേ ജാവോ, കുട്ടിയെ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായി നിങ്ങൾ അബു ഹഫ്സ് തങ്ങളുടെ അടുത്തേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, മദ്രസയിലേക്ക് ഈ കുട്ടിനെ നിങ്ങൾ കൊണ്ടുപോകരുത്. വഹി ഉസ് ബച്ചേക്കോ ദർസ് ദേഗ, ആ കുട്ടിക്ക് ദർസ് നൽകുന്നത് അദ്ദേഹമായിരിക്കും, അബൂ ഹഫ്സ് തങ്ങളായിരിക്കും. ഓർ മൗലാനാക്കോ തഹ്കീദ് ഫർമായേ, മൗലാന ഊന്നി പറഞ്ഞോ, കെ പൂരെ തവജ്ജോ സെ ഉനെ പഠായേ ഉൻസെ ബഡേ ബഡേ കാം ലേനെ ഹൈ, വളരെ ശ്രദ്ധയോടുകൂടെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, സമർപ്പിത യൗവനമായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും എല്ലാം നിങ്ങൾ പഠിച്ചെടുക്കണം. ഉൻസെ ബഡേ ബഡേ കാം ലേനെ ഹെ, ഒരുപാട് ഉപകാരങ്ങൾ അബൂ ഹഫ്സ് തങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പഠിച്ചാലുണ്ടാകും. ആ ഉപകാരങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ജബ് വോ ബുസർഗ് ചലേ ഗയേ തോ, ആ മഹാനായ നേതാവ് അവരിൽ നിന്നും പിരിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ റൂട്ടിൽ നിന്നും മാറി സഞ്ചരിച്ചപ്പോൾ, മൗലാനാനെ ഉസ് ശഖ്സ് ഫേ ഫർമായ, നമ്മുടെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തൻ്റെ വേലക്കാരനോട് പറയാണ്, തുമേ മാലൂം ഹേ യേ കോൻ ബുസർഗ് തേ, ഈ മഹാന് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഇപ്പോൾ വന്ന് നമ്മളോട് സംസാരിച്ച് പോയ ആളുണ്ടല്ലോ, അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആകാംക്ഷയായി, ഖിസ്റത്തെ ഖിളിർ നബിയാണ് അത് എന്ന് പറഞ്ഞു. ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അറിയാം, വേലക്കാരനത് അറിയില്ല. ജോ ഖുദാ കി തറഫ് സേ, അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നും ഇസ് ഖിദ്മത് പർ മഅമൂർ കിയേ ഗയേ ഹൈ, ഇത്തരത്തിലുള്ള ഖിദ്മത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? യേ ഭടകേ ഹുയേ ലോഗോ കോ സഹീഹ് റാസ്ത ദിഖലാത്തെ ഹൈ, വഴി വെച്ചു പോകുന്ന ആളുകൾക്ക് ശരിയായ ദിശ നിർണയിച്ചു കൊടുക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന വലിയ പണ്ഡിത പ്രതിഭ, സ്വഹാബി വര്യനാണ്, പറയപ്പെടുന്ന താബിയാണ്. അനൊക്കെ പറയലുണ്ട്.
താബി എന്നല്ല, സ്വഹാബിയനെ കേട്ടോ. അപ്പം ഏതായാലും അത്രയും വലിയ മഹാന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് തന്നെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്ര വസ്തുതയാണ്. മനസ്സിലായോ? അപ്പം മദീന, മക്ക, മഹാന്മാരെ ഇവരേറ്റൊക്കെയുള്ള ബന്ധം ഭയങ്കര സംഭവം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്നോട് തന്നെ പറഞ്ഞേ, ഇവിടെ ശ്രദ്ധിക്ക. ശ്രദ്ധിച്ചല്ലോ. അപ്പം നമ്മളെന്താ ലാസ്റ്റ് പറഞ്ഞേ? ലാസ്റ്റ് എന്താ പറഞ്ഞോ കുട്ടിയെ. അതന്നെയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ तालीम मुकम्मल होने तक बख्तियार का कि अपने गाँवों में ही रहे. പഠനം പൂർത്തിയാകുന്നത് വരെ ബഖ്തിയാർ കാക്കി തങ്ങൾ തൻ്റെ നാട്ടിൽ തന്നെ നിന്നോ, നാട്ടിൽ തന്നെ അങ്ങനെ താമസിച്ചു, അവിടെ ഇങ്ങനെ പഠിച്ച് വളർന്ന്. അങ്ങനെ അദ്ദേഹം ജബ്വാസിനെ ബുലോക്കോ പहुंच गए तो ബുലൂഗായപ്പോൾ, ബുലൂഗായ സമയത്ത്, പ്രായപൂർത്തിയായ സമയത്ത് तो वो तलाशे हक के लिए സത്യം അന്വേഷിച്ചുകൊണ്ട്, തലാശെ ഹക്കലിയെ സത്യാന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ സത്യം അന്വേഷിച്ചുകൊണ്ട് ഗർ സേ ബാഹർ നിക്കലേ, വീടിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന് ഒന്നുകൂടെ നന്നാവണം, ഒന്നുകൂടെ ആധ്യാത്മിക രംഗങ്ങളിൽ ആത്മീയ ലെവലിൽ പ്രശോഭിക്കണം എന്നൊക്കെയുള്ള ഉത്കടമായ ആഗ്രഹത്തിനൊടുവിൽ മഹാനവർകൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, പണ്ഡിത പ്രതിഭകളൊക്കെ അങ്ങനെയാണ് പണ്ഡിതന്മാരാകുന്നത്. ചെറുശ്ശേരി ഉസ്താദ് തൻ്റെ പിതാവിൽ നിന്ന് ഒരുപാട് പഠിച്ചു. വേറെയും വലിയ അന്നത്തെ കാലത്തെ വലിയ പണ്ഡിത പ്രതിഭകളിൽ നിന്നൊക്കെ പഠിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇത്രയും വലിയ ആളായി. കഴിവും വേണം. വലിയ ആളുകളെടുത്ത് പഠിച്ചു കരുതിയിട്ട് എല്ലാവരും വലിയ ആളാവണമെന്നില്ല, അത് വേറെ വിഷയം. എന്നാലും പണ്ഡിത പ്രതിഭകൾ, വലിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അവരെന്നൊക്കെ പഠിച്ചാൽ ഒന്നുകൂടെ നമ്മുടെ ആത്മീയ ലെവല്, സ്പിരിച്വൽ ആയിട്ടുള്ള രംഗങ്ങളിൽ നമുക്കൊക്കെ പ്രശോഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ എന്താ, ആർക്കും ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങല്ല കേട്ടോ. ഉറക്കം വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ പാടാം. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും താഹ റസൂലേ സലാം. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും താഹ റസൂലേ സലാം. അവിടം വന്ന് കരഞ്ഞും കൊണ്ട്, കൂടുതൽ പാടില്ല. അപ്പോൾ ഏതായാലും പാട്ടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരട്ടോ, പാഠം കൂടി ശ്രദ്ധിക്കണം. ചില ആളുകൾ പാട്ട് മാത്രം ശ്രദ്ധിച്ചാണ് വല്ലേ ഓഫാക്കി പോകാനുള്ള പരിപാടി ഉണ്ട്. അത് നടക്കൂല. ശ്രദ്ധിക്കാം. അപ്പോൾ उन्हीं अय्याम में कुतुब साहिब को मालूम हुआ कि हजरत ख्वाजा मोइनुद्दीन चिश्ती अजमेरी ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയടാ, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ ഒരു കാലഘട്ടത്തിൽ കുതുബ് സാഹിബിന് മനസ്സിലായി ഹസ്രത്ത് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങള് ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എഴുന്നള്ളുന്നുണ്ട്, വരുന്നുണ്ട്. മഹാന്റെ ആഗമനം അവിടെയുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് മനസ്സിലായി. ആപ്പിനെ വഹാ പഹുഞ്ചിക്കർ, അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട്, മഹാനായ നേതാവിനെ പിന്തുടർന്നുകൊണ്ട് അവിടുന്ന്
आपने वहां पहुंचकर അവിടെ എത്തിക്കൊണ്ട് ഉൻകെ ഖിദ്മത്ത് മേ ഹാസിരി അവരുടെ സന്നിധാനത്തിൽ അവരുടെ സേവനത്തിന് വേണ്ടി പോവുകയാണ്, ഹാളിറാവുകയാണ്. और बख्तियार काकी റളിയല്ലാഹു അൻഹു ഉൻകെ മുരീദ് ഹോ ഗയേ. ബഖ്തിയാർ കാക്കി തങ്ങൾ അവരുടെ മുരീദായി മാറി. वो अपने मुर्शिद ख्वाजा मोइनुद्दीन चिश्ती के साथ തൻ്റെ മുർഷിദായ ഖാജ മൊയിനുദ്ദീൻ ചിശ്തി തങ്ങളോട് കൂടെ മക്ക മുഅസ്സമെ പൗഞ്ച് മക്കയിൽ എത്തുകയാണ്. എവിടെത്തി? എവിടെ എത്തിയടാ? നിങ്ങൾ എവിടെ എത്തി എന്നല്ല ചോദിച്ചേ, ഈ മഹാൻ എവിടെത്തി? അങ്ങനെ പറയ്. മക്കയിലെത്തി. എവിടെത്തി? മക്കയിലെത്തി. ശ്രദ്ധിക്കണ്ടല്ലേ? ശ്രദ്ധിക്കണില്ലേ? और वहां से മദീന മുനവ്വറ ഹാസിർ ഹുയേ. അങ്ങനെ അവിടെ നിന്ന് മദീന മുനവ്വറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇസ്ഫഹാനിൽ പോയി അവിടെ ഖിദ്മത്തെടുത്തോ തൻ്റെ ഷെയ്ഖിന് വേണ്ടി. അദ്ദേഹം മുരീദായി മാറി. അവിടുന്ന് മക്കയിലെത്തി. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലൊക്കെ എത്തി. അങ്ങനെ യാത്രകളാണ്, നിരന്തരമായ യാത്രകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്ലാസ്. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പിന്നെ ഷോർട്ട് എഴുതാൻ മറക്കണ്ട കേട്ടോ. അർത്ഥങ്ങളും എഴുതണം, പിന്നെ ഷോർട്ടും എഴുതണം. ഓക്കെ.